ഹലോ മക്കളെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് 2 മാർക്ക് നേടിയാലോ? ഫ്രോഗിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രം തന്നിട്ട് ലേബൽ ചെയ്യുന്നത് അല്ലെ. സോ നമുക്ക് നോക്കിയാലോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കിക്കിടാ, ഇതെന്താണ്? ഇത് കിഡ്നിയാണ്. കിഡ്നി ഉണ്ടാക്കുന്ന യൂറിൻ ഈ കാണുന്ന യൂറീറ്റർ വഴിയാണ് എവിടേക്ക് എത്തുന്നത്? ക്ലോയക്കയിലേക്ക് എത്തുന്നത് അല്ലെ. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ഓവറി ഉണ്ടാക്കുന്ന ഓവം എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന ഓവിഡക്റ്റ് വഴി ക്ലോയക്കയിലേക്ക് എത്തുന്നു. ഇത് രണ്ടും ക്ലോയക്കയിൽ നിന്ന് ക്ലോയക്കയിലെ എപ്പേർച്ചർ വഴിയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലോ ഇതെന്താണ്? ഇത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ ഈ കാണുന്ന യൂറിനോജനൈറ്റൽ ഡക്റ്റ് അല്ലെങ്കിൽ യൂറിറ്റർ വഴി എവിടേക്ക് എത്തുന്നു? ക്ലോയക്കയിലേക്ക് എത്തുന്നു. ക്ലോയക്കൽ എപ്പേർച്ചർ വഴി അത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. ഇനി ടെസ്റ്റസ് ഉണ്ടാക്കുന്ന സ്പേം ആണെങ്കിലോ അതെന്ത് ചെയ്യുന്നു? വാസ എഫറൻഷ്യ വഴി കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്ക് എത്തുന്നു. ഓക്കെ. ബിഡേഴ്സ് കനാലിൽ നിന്ന് യൂറിനോജനൈറ്റൽ ഡക്റ്റ് വഴി തന്നെ എവിടേക്ക് എത്തുന്നു? ക്ലോയക്കയിലേക്ക് എത്തുന്നു. ക്ലോയക്കൽ എപ്പേർച്ചർ വഴി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയിലിന്റെ പ്രത്യേകത ഈ യൂറിറ്റർ സ്പേമും യൂറിനും ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് യൂറിനോജനൈറ്റൽ ഡക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ബിഡേഴ്സ് കനാൽ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ലേബൽ ചെയ്യാൻ ചോദിക്കും. സോ ഇത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ.